നമസ്കാരം. ബിസിനസ് അറിവുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആരാണ് ടാർഗറ്റ് ഉപഭോക്താക്കൾ. ഈ ടാർഗറ്റ് ഉപഭോക്താക്കളെ നമ്മൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ബിസിനസ്സിന് എന്താണ് സംഭവിക്കുക? ഇന്ന് ബിസിനസ് ആരംഭിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഇത്തരത്തിലുള്ള ടാർഗറ്റ് ഉപഭോക്താക്കളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ബിസിനസ്സിനെ പൊസിഷൻ ചെയ്യാറുണ്ടോ? ഈ 3 കാര്യങ്ങളെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ്സുകൾ പരാജയപ്പെടുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ടാർഗറ്റ് ഉപഭോക്താക്കളെ കണ്ടെത്താതെ ബിസിനസ് ആരംഭിക്കുക എന്നുള്ളത്. ആരാണ് ടാർഗറ്റ് ഉപഭോക്താക്കൾ? നമുക്കറിയാം, നമ്മളൊരു ബിസ്ക്കറ്റ് നിർമ്മാണ കമ്പനിയാണ് നമ്മൾ ആരംഭിക്കുന്നത് എങ്കിൽ ആ ബിസ്ക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം നമ്മളുടെ ഉപഭോക്താക്കൾ, അല്ലേ? പക്ഷെ ബിസ്ക്കറ്റുകൾ പല രൂപത്തിലുള്ള ബിസ്ക്കറ്റുകൾ ഉണ്ടാവാം. ബിസ്ക്കറ്റുകളിൽ നമുക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റുകൾ ഉണ്ടാവാം, ക്രീം ബിസ്ക്കറ്റുകൾ ഉണ്ടാവാം, ക്രീം ബിസ്ക്കറ്റുകളിൽ തന്നെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉള്ള ബിസ്ക്കറ്റുകൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ കുക്കീസ് ടൈപ്പ് ബിസ്ക്കറ്റുകൾ ഉണ്ടാവാം. ഇത്തരം ബിസ്ക്കറ്റുകളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടാർഗറ്റ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഇവരെ എല്ലാവരെയും നമ്മളുടെ ഒരു ഉൽപ്പന്നം കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിനെ ഇഷ്ടപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സാണ്. അവരുടെ ഇഷ്ടങ്ങളെ നമ്മൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളെ നമ്മൾ അവരുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ബിസിനസ് വിജയിക്കുക. അല്ലാതെ നമ്മൾ ഉൽപ്പാദിപ്പിച്ച ഒരു ഉൽപ്പന്നം ബിസ്ക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഉപഭോക്താക്കളാണെന്ന് കരുതി അവരത് ഇഷ്ടപ്പെട്ടോളന്നില്ല. അവരുടെ ടേസ്റ്റ്, അവർക്ക് അതിനുള്ള ആ പ്രസൻറ്റേഷൻ രീതികൾ, ഇതെല്ലാം അവരുടെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് അവർ ഇപ്പോൾ നിലവിലുള്ള ഉൽപ്പന്നം അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ അവർക്ക് നിലനിൽക്കുന്ന പോരായ്മകൾ എന്തൊക്കെയാണ്, അവർ എന്താണ് കൂടുതലായിട്ട് അവർ ഇഷ്ടപ്പെടുന്നത്, ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിക്കാൻ. എങ്കിൽ മാത്രമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെടുകയുള്ളൂ. അങ്ങനെ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് മാത്രമാണ് നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി എന്ന് കരുതുന്നു. അതേപോലെ തന്നെ നമുക്ക് ഈ ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഇതിൻ്റെ പ്രൈസിങ്, ഇതിൻ്റെ പാക്കിംഗ് രീതികൾ, ഇതിൻ്റെ പ്രസൻറ്റേഷൻ രീതികളൊക്കെ രൂപപ്പെടുത്തേണ്ടത്. നമ്മളൊരു പ്രീമിയം ടൈപ്പ് കസ്റ്റമേഴ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് നമ്മൾ രൂപപ്പെടുത്തുന്നതെങ്കിൽ അവർക്ക് ആ ലക്ഷറിയസ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ, അവർക്ക് അതിൻ്റെ പ്രീമിയം ലെവലിലുള്ള പ്രൈസിങ് രീതികൾ, ഇതൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ പൊസിഷനിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് പൊസിഷൻ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അടുത്ത നല്ലൊരു ബിസിനസ് വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.